നമ്മുടെ രാമായണ മാസമായ കർക്കിടക മാസമൊക്കെ ഇന്നത്തോടു കൂടി അവസാനിച്ചുല്ലേ. ചിങ്ങമാസം അങ്ങനെ തുടങ്ങി. ഇന്ന് ചിങ്ങം 1. ചിങ്ങം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഓണക്കാലാണല്ലേ ഓർമ്മ വരിക. സത്യം പറയുകയാണെന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന ആകെ ഒരു മാസമേ ഉള്ളൂ കേട്ടോ മലയാളത്തിൽ കറക്റ്റായിട്ട് ചിങ്ങമാസം. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു ചിങ്ങമാസത്തിലാണ് ഓണം എന്ന് മാത്രം അറിയാം. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. പൊതുവേ അങ്ങനെ മലയാള മാസം എനിക്കങ്ങനെ ഓർമ്മ കിട്ടാറില്ല. അതായത് ഏതൊക്കെ വിശേഷങ്ങളാണെന്നോ എന്താ പറയുക, സ്വന്തം പിറന്നാൾ പോലും മലയാള മാസത്തിലെ ഏതാ ഡേറ്റ് എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിവിടെ അമ്മയുടെ അടുത്താണ് കേട്ടോ ചോദിക്കാറ്. എനിക്കങ്ങനെ മലയാള മാസത്തെക്കുറിച്ചിട്ട് അങ്ങനെ കൂടുതലായിട്ടൊന്നും അറിയില്ല. നമ്മളെപ്പോഴും എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ, വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അതൊക്കെ ഞാൻ ഇംഗ്ലീഷ് മാസം അങ്ങനെയാണ് കേട്ടോ എപ്പോഴും പറയാറുള്ളത്. എന്താ പറയുക, നമ്മുടെ സനൂൻ്റെയും കുഞ്ഞാറ്റയുടെയും ജനിച്ച മലയാള മാസം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പൊൻചിങ്ങത്തിൻ്റെ തുടക്കമാണ് ഇന്ന്. ഈ ഒരു വർഷം നമുക്ക് ഒരുപാട് വേദനകളിലൂടെയും ഒരുപാട് സങ്കടത്തിലൂടെയൊക്കെ കടന്നു പോയൊരു വർഷം തന്നെയാണല്ലേ. അതൊന്നും നമുക്ക് ഓർക്കാൻ പറ്റാത്ത അത്രയും സങ്കടപ്പെട്ട ദിവസങ്ങളായിരുന്നു കേട്ടോ അന്നൊക്കെ ഉണ്ടായിരുന്നത്. മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യൻ്റെ കണ്ണിൽ നിന്നും ഒരു നുള്ള് കണ്ണീരെങ്കിലും പൊഴിഞ്ഞ ദിവസമായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇപ്പോൾ വീട്ടിൽ ഓണത്തിന് മുന്നേ ഒരുപാട് ചെടികളിൽ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാശിത്തുമ്പ, അതുപോലെ 4 മണിപ്പൂ, അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഓണത്തിന് പൂവിടുമ്പോഴാവും നമുക്കൊന്നും കിട്ടാത്തത്. അതുപോലെ തന്നെ വീടിൻ്റെ ഉമ്മറത്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു 2 കുമ്പളങ്ങ. കുറേയൊക്കെ അതിൻ്റെ ഇലകളൊക്കെ പഴുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവസാനം ഇപ്പോൾ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഒന്നല്ല കേട്ടോ, പിന്നെ നമ്മളെല്ലായിടത്തും ഇങ്ങനെ തിരഞ്ഞു നോക്കിയപ്പോഴാണ് ഒരു 2 എണ്ണം കൂടി ഉണ്ടാവണത് കാണാൻ. കുഞ്ഞീതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പകുതി ഭാഗം ഞാൻ മുറിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ, അയ്യോ വീഡിയോ ഞാൻ എടുത്തില്ലല്ലോ എന്ന്. മുറിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ എടുത്തത്. ഓണമാകുമ്പോഴേക്ക് ഞാൻ അത്യാവശ്യം കുറേ കുമ്പളങ്ങ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആകെ കൂടിപ്പോയ 3 4 എണ്ണം. ഇനി ഉണ്ടായ അത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ച അത്രയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതെന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ കാലാവസ്ഥയുടെയും വെള്ളത്തിൻ്റെയൊക്കെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം. ഇതിന് മുന്നേ നമ്മൾ മത്തങ്ങയൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇയാൾ നമ്മൾ കാണുന്ന പോലെയല്ല കേട്ടോ, ഭയങ്കര പുലി തന്നെയാണ്. ഇത്ര ചെറിയ സാധനം എന്ന് വിചാരിച്ചിട്ട് ഭയങ്കരം തന്നെയാണ് കേട്ടോ. എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കൂടൊക്കെ കടിച്ച് പറിച്ച് കീറി പൊളിച്ചു. അധികം ഞാനങ്ങനെ ഇയാളെ പുറത്തേക്ക് വിടാറില്ല. പുറത്തേക്ക് വിട്ടാൽ നമ്മൾ കുഞ്ഞാറ്റയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ചിലപ്പോൾ മേത്ത് കയറിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ പുറത്തേക്ക് വിടാറില്ല. അപ്പോൾ ഭയങ്കര കൂക്കിപ്പൊളിക്കലൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ കമ്പിയൊക്കെ കടിച്ച് കയറൽ. കൂട്ടിലിട്ടാലും എപ്പോഴും അതിങ്ങനെ പുറത്തേക്ക് ചാടിയും കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, ആദ്യം ഒരു സോപ്പും പെട്ടിട്ട് അങ്ങനെയൊക്കെ വെച്ചിട്ട് അത് മൂടിയിട്ടുണ്ടെന്ന്. പക്ഷെ അതൊക്കെ കടിച്ചിട്ട് എപ്പോഴും പുറത്തേക്ക് വരും കേട്ടോ. അതുകൊണ്ട് അവസാനം ഞാൻ ചെയ്തത് ഉള്ളിക്കൊട്ട ഉണ്ടായിരുന്നു. നമ്മൾ പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കണ ഒരു പാത്രമല്ല, എന്തോ ഒരു മൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ അടപ്പ് വെച്ചിട്ട് കെട്ടിയതാണ് കേട്ടോ. ഇപ്പം പിന്നെ അങ്ങനെ പുറത്തേക്കൊന്നും ചാടുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ആകെ ഒരു സ്വഭാവം, എന്ത് കിട്ടിയാലും ഈ പട്ടിക്കുട്ടിയുടെ ഈ കൂട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് അത് ഇന്ന സാധനം എന്നൊന്നുമില്ല, അവൾക്ക് എന്താണോ തിന്നാൻ കൊടുക്കുന്നത് അതൊക്കെ ഇയാൾക്കുള്ളതാണ്. അതോ കുഞ്ഞാറ്റയുടെ കയ്യിൽ എന്ത് കണ്ടാലും ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായലാണ്. ഞാനിവിടെ പറയാറുണ്ട്, അത് ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്നാൻ കൊടുത്താൽ വല്ല എന്താ പറയുക അസുഖം വരും അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ, അതിൻ്റെ വയറത്രയല്ലേ ഉള്ളൂ. കുഞ്ഞാറ്റ മാത്രമല്ല കേട്ടോ, സനുക്കുട്ടി ഇങ്ങനെ തന്നെയാണ്. ഇന്ന് രാവിലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. തുളസിയുടെ ഇലയൊക്കെ പറിച്ചിട്ട് നമ്മുടെ പട്ടിക്കുട്ടിയുടെ കൂട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തുളസിയുടെ ഇല മാത്രമല്ല, കാശിത്തുമ്പയുടെ പൂവും അതുപോലെ 10 മണിയുടെ ഒക്കെ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ പൂവൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഇടയിലിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 ദിവസമായിട്ട് കയ്യിലുള്ള ഫോൺ ഭയങ്കര ഹാങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം കേട്ടോ. എന്താ പറയുക, കോൾ ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ചെറുതുരുത്തി കടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ കിട്ടിയത്. ചേലക്കരയിൽ നിന്ന് ഞാൻ അങ്ങനെ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴാണ് കേട്ടോ ഫോൺ വാങ്ങിയത്. ഫോൺ വാങ്ങിയിട്ട് വരുമ്പോൾ തന്നെ എൻ്റെ ബാഗ് ഓൾറെഡി എൻ്റെ ഹാൻഡ് ബാഗ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാഗും കൂടി ഒന്ന് വാങ്ങാം. കുറേ നാളായിട്ട് ബാഗ് വാങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഫുള്ള് പൊട്ടട്ടെ എന്ന് വിചാരിക്കുകയായിരുന്നു. ഇന്ന് അവസാനം എന്താ പറയുക, നമ്മൾ ചില്ലറ പൈസ ഇടില്ലേ ഫ്രണ്ടിലത്തെ കള്ളി, അതിൻ്റെ സിബും കൂടി പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പൂർണ്ണമായിട്ടൊന്ന് ബാഗ് വാങ്ങാമെന്ന് വിചാരിച്ചത്. ഇവിടെ ചെറുതുരുത്തി ദുബായ് ഷോറൂമിലാണ് കേട്ടോ കയറിയിട്ടുള്ളത്. നമ്മുടെ സ്ഥിരം കടയിൽ നമ്മൾ എന്ത് സാധനം വാങ്ങാൻ പോകുകയാണെന്ന് വെച്ചാൽ ഇവിടേക്കാണ് കേട്ടോ പോകാറുള്ളത്. കടയിൽ ചെന്നപ്പോഴാണ് ആകെ കൺഫ്യൂഷൻ ഏത് ബാഗ് എടുക്കണം എന്നുള്ളത്. അവസാനം ഈ കാണുന്ന നീല ബാഗാണ് കേട്ടോ ഞാൻ എടുത്തത്. അങ്ങനെ ഈ ഒരു ബാഗ് വാങ്ങിച്ചു. ഇതിന് 250 രൂപയുള്ളൂ കേട്ടോ.
പുതിയൊരു ബാഗൊക്കെ കിട്ടിയ സന്തോഷത്തിൽ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പൊൻചിങ്ങം നേർന്നുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒത്തിരി നന്ദി. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ.